السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ അവസാനമായി പറഞ്ഞത് തശഹ്ഹുദ് വരെയാണ്. തശഹ്ഹുദിൽ എങ്ങനെയാണ് വിരൽ ഉയർത്തേണ്ടത്, അതുപോലെ തഹിയ്യാത്തിൻ്റെ രൂപമാണ് ഇനി പറയാനുള്ളത്. തഹിയ്യാത്തിൻ്റെ രൂപം നമുക്കറിയാം. പ്രാർത്ഥനയുടെ അർത്ഥവും അടങ്ങുന്ന പേപ്പർ അവിടെ ഇരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ എടുക്കുക, അത് പഠിക്കുക, അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്നുണ്ട് നമ്മൾ തഹിയ്യാത്തിൽ. അത് നമുക്ക് അനുഭവപ്പെടണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അക്കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മൾ നബിയോട് സലാം പറയില്ല, അല്ലേ? എന്നാൽ അതുപോലെ തന്നെ നബിയോട് സലാം പറയുന്ന ഒരു രൂപം തന്നെയാണ് തഹിയ്യാത്തിലുള്ളത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഏ നബിയെ താങ്കളുടെ മേൽ സലാം, സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്ക് മുഖേന നബിക്ക് എത്തിച്ചു കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മളത് അനുഭവപ്പെടുക നമ്മളുടെ നമസ്കാരത്തിൽ. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സലാം പറച്ചിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അവിടെ നബിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയിട്ടുള്ള കാരുണ്യ പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലാഹുവേ കരുണ ചെയ്യണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രാർത്ഥനകൾ, അതിനുശേഷം നമുക്കറിയാം ഇതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ച് നമ്മൾ ചൊല്ലുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമസ്കാരത്തിന് ശേഷം, അതായത് ഏറ്റവും അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്ക് ദുആഇനുള്ള ഒരു അവസരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അദ്ദുആഉൽ മുസ്തജാബ് ഫി കുല്ലി ദുബുരി സ്വലാത്ത്. നമസ്കാരത്തിന്റെ ദുബുറിൽ, ദുബുർ എന്ന് പറഞ്ഞാൽ പിറകു വശമാണ്. അപ്പൊ നമസ്കാരത്തിന്റെ പിറകിലുള്ള ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിനെ ഉലമാക്കൾ രണ്ട് രീതിയിൽ വ്യാഖ്യാനിച്ചതായി കാണാം. ഒന്ന് സലാം വീട്ടിയതിന് ശേഷമുള്ള ദുആ എന്നാണ്. രണ്ടാമത്തേത് സലാം വീട്ടുന്നതിന് മുമ്പ് അത്തഹിയ്യാത്തിലെ ദുആകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദുആ ചെയ്യാനുള്ള അവസരമുണ്ട്. എന്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സുജൂദിൽ പ്രാർത്ഥിച്ചതുപോലെ, സുജൂദിൽ പറഞ്ഞതുപോലെ ഏതും നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചൊല്ലി സലാം വീട്ടുന്ന രീതിയാണുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടു മലക്കുകൾക്കുള്ള സലാം ആണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അപ്പോൾ ആ രീതിയിൽ ആണ് ഒരു റക്അത്ത് നമസ്കാരം. ഇനി റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന രീതിയാണ്. റക്അത്ത് ഒരു റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൈകൾ കുത്തിയിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ കൈ എങ്ങനെ കുത്തണം? ഇങ്ങനെയാണോ അല്ല ഇങ്ങനെയാണോ? ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. സത്യത്തിൽ വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും സ്വഹീഹായി ഒന്നും തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പല വിഷയങ്ങളും ഒരു ആജിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുമായിരുന്നു എന്നൊക്കെ കാണുന്ന. ആജിൻ എന്ന് പറഞ്ഞാൽ മാവ് കുഴക്കുന്ന ആൾക്കാണ് ആജിൻ എന്ന് പറയാം. മാവ് കുഴക്കുന്നത് എങ്ങനെയാണ്? ആൾക്കാർ പല രീതിയിൽ കുഴക്കും. ഇങ്ങനെ കുഴക്കുന്നവരുണ്ട്, ഇങ്ങനെ കുഴക്കുന്നവരുണ്ട്. അപ്പൊ എങ്ങനെ എഴുന്നേൽക്കണം എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള ഇതുകളൊന്നും വന്നിട്ടില്ല. ആ ആജിൻ എന്ന് പറഞ്ഞ ആ ഹദീസ് തന്നെ ദഈഫാണ്, തെളിവിന് കൊള്ളാത്തതാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ എഴുന്നേറ്റാലും, ഇങ്ങനെ കൈകുത്തി എഴുന്നേറ്റാലും ചുരുട്ടിക്കുത്തി എഴുന്നേറ്റാലും ഇതൊക്കെ സ്വീകാര്യമാണ്. ഇതിൽ നമ്മൾ വലിയ ഒരു വിഷയം കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഉലമാക്കൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഉള്ളത് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. നമുക്ക് ജിൽസത്തുൽ രണ്ട് തരത്തിലുള്ള ഇരുത്തമുണ്ട്. ജിൽസത്തുൽ തവറുക്കും ജിൽസത്തുൽ ഇഫ്തിറാഷും. അപ്പോൾ ആദ്യം നമുക്ക് ജിൽസത്തുൽ തവറുക്ക്. എന്താണ് ജിൽസത്തുൽ തവറുക്ക്, ജിൽസത്തുൽ ഇഫ്തിറാഷ്? ഇരുത്തം കാണിക്കില്ല. രണ്ട് രീതിയിലുള്ള ഇരുത്തം. ആദ്യം നമുക്ക് ആദ്യത്തെ അത്തഹിയ്യാത്തിലുള്ള ഒരു ഇരുത്തമാണ്. ഇതാണ് ഈ കാണുന്ന രീതിയാണ് ഇരുത്തം. കൃത്യമായി പറഞ്ഞാൽ ഈ രീതി തന്നെയാണ്. അതായത് വലത് കാലിന്റെ എല്ലാ വിരലുകളും അതിന്റെ പിള്ളഭാഗം നിലത്ത് അമർന്നിരിക്കുകയും ഇടത്തെ കാലിന്മേൽ ഇരിക്കുകയും ചെയ്യുന്ന ഈ രീതി. ഇതാണ് ജൽസത്തുൽ ഇഫ്തിറാഷ്.
ജിൽസത്തുൽ ഇഫ്തിറാഷ് എന്നാണ് ഇതിനെ പറയുക. ഈ ഇരുത്തമാണ് നമ്മൾ സാധാരണയായി ആദ്യത്തെ തശഹ്ഹുദ് ഇരിക്കുന്ന ഇരുത്തം, അല്ലെങ്കിൽ അതിനിടയിൽ ഓരോ ജുലൂസിലും 2 സുജൂദുകൾക്കിടയിലും ഇരിക്കുന്ന ഇരുത്തം ഇതാണ്. ഇനി അവസാനത്തെ തശഹ്ഹുദിൽ ഇരിക്കുന്ന ഇരുത്തമാണ്. ഇതാണ് ജിൽസത്തുൽ തവറുക്ക് എന്ന് പറയുക. ഈ രീതിയിലാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രായമായതുകൊണ്ടും അതുപോലെ പല ബുദ്ധിമുട്ടുകൊണ്ടും ഇതുപോലെ തന്നെ ഇരിക്കാൻ പറ്റാത്തവരുണ്ട്. വിരലുകൾ മടങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കാലിന് പ്രയാസമുള്ളവരുണ്ട്. അവരൊന്നും അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ഇത് തീർച്ചയായിട്ടും നമസ്കാരത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇതിലിനി വിരലുകൾ ഈ രീതിയിൽ താഴേക്ക് പതിച്ചു വെച്ച് ഇരിക്കേണ്ടി വന്നാൽ അതിൽ നമ്മൾ അതൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. കാരണം അങ്ങനെ നമ്മളുടെ കഴിവിന്റെ പരിധി അല്ലാഹുവിനറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുകയാണ്. നമസ്കാരത്തിൽ ഇമാമിനെ പിന്തുടരുന്ന രീതി. അപ്പോൾ ഇമാമ ഉണ്ടാകുമ്പോൾ ഇമാമ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇമാമ എങ്ങനെയാണ് പിൻപറ്റേണ്ടതെന്നുള്ളതാണ്. സാധാരണഗതിയിലെ മസ്ബൂക്കിനെ ഇമാമായിട്ട് പിൻപറ്റുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെ ഒരു രീതി നമുക്കില്ല. സലാം വീട്ടി, ഇപ്പോൾ സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരാൾ, അയാളെ വന്നുകൊണ്ട് ഇമാമാക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. പല പള്ളികളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു രീതിയില്ല ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ. പിന്നെ പുതിയതായിട്ട് നമസ്കരിക്കുന്ന ഒരാളെയാണ് ഇമാമാക്കേണ്ടതുള്ളൂ. ഈ പിന്തുടരുന്നയാളെ ഇമാമാക്കുന്ന രീതിയില്ല എന്നുള്ളതാണ്. ഇനി ഒരാള് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരാൾ പിന്തുടരുമ്പോൾ എങ്ങനെ നിൽക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ആള് വന്നിട്ട് ഈ തോണ്ടുന്ന പരിപാടി അങ്ങനെ ഇസ്ലാമിലില്ല. വന്നിട്ട് ചെയ്യേണ്ടത് എന്താണ്? വലതുവശത്ത് പരമാവധി കയറി നിൽക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിന്ന് നോക്കുന്നയാൾക്ക് ഇവർ രണ്ടുപേരും ഒരേ നിലയിലാണ് എന്ന് തോന്നുന്ന രീതിയിൽ എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് രണ്ടുപേരും ഒരേപോലെ നിൽക്കുകയാണോ എന്ന് ഒരു സൈഡിൽ നിന്ന് നോക്കുന്നയാൾക്ക് തോന്നുമെന്നാണ്. അത്രയും അടുത്ത്, പക്ഷെ ഒരുപോലെ ആകരുത്. കുറച്ച് വിട്ടിട്ട് പിറകില് ആണ് ഈ ആദ്യത്തെ ആള് വന്ന് നിൽക്കേണ്ടത്. ഈ രണ്ടാമത്തെ ആള് വന്നിട്ട് എന്ത് ചെയ്യണം? ഇടതുവശത്ത് വന്ന് നിൽക്കണം, കൈ കെട്ടണം. അങ്ങനെ ഈ രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ധാരണയാണ് പിന്നീട് ഇവർ രണ്ടുപേരും ഒരുപോലെ പിറകോട്ട് അടിവെച്ച് ഇറങ്ങി നിന്ന് ഒരേ സൊഫ് ചേർത്ത് നിൽക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ രണ്ടുപേര് വരുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി സൊഫ് നിൽക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ് ചേർത്തിരുന്നത് ഈ രീതിയിലാണ്. അതായത് കാലിന്റെ ഈ ഭാഗങ്ങൾ, ഇത്രയും ഭാഗങ്ങൾ എന്തെയും ഒരുപോലെ ചേർന്ന് നിൽക്കും. ഇത്രയും ഈ ഒരു ഭാഗം, കാലിന്റെ മുട്ടിന് താഴേക്കുള്ള ഈ ഭാഗം മുഴുവനും ചേർന്ന് നിൽക്കുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത്. തോളുകളും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ നിൽക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ കാലിന്റെ പാദങ്ങളെങ്കിലും ചേർന്ന് നിൽക്കുന്ന ഒരു രീതി നമസ്കാരത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാനും ചില കാര്യങ്ങൾ കൂടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കും. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ മിസ്വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗല അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി സ്വലാത്തി. എല്ലാ നമസ്കാരത്തിലും ദന്തശുദ്ധീകരണം ഞാൻ എൻ്റെ ഉമ്മത്തിനെ നിർബന്ധമാക്കുമായിരുന്നു, അല്ലെങ്കിൽ കൽപ്പിക്കുമായിരുന്നു. എങ്ങനെയല്ലായിരുന്നെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാകില്ലായിരുന്നു എങ്കിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് പിന്നീട് അത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിയുമെങ്കിൽ പള്ളിയിലേക്ക് വരുമ്പോൾ ദന്തശുദ്ധീകരണം നടത്തിയിട്ട് തന്നെ വരിക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നതിനെ വിരോധിക്കാനുള്ള കാരണം അത് പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. മനുഷ്യർക്ക് മാത്രമല്ല, അവിടെ വരുന്ന മലക്കുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങളും മലക്കുകൾക്കും പ്രയാസം ഉണ്ടാക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ കാരണം
ഒരാളുടെ നമസ്കാരം ബുദ്ധിമുട്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വായിൽ ഗന്ധമുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വിരൽ വെച്ചെങ്കിലും, അതൊരു സുന്നത്താണ്. വുളുവിന് മുമ്പ് നമ്മൾ ആ വിരൽ വെച്ചെങ്കിലും ഒന്ന് നമ്മളുടെ ദന്തശുദ്ധീകരണം അല്ലെങ്കിൽ വായൊന്ന് ശുദ്ധീകരിക്കൽ അതൊരു നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വസ്ത്രം, നമസ്കരിക്കാൻ വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. ഏറ്റവും നല്ല വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസാജിദ്. നിങ്ങളുടെ എല്ലാ നിസ്കാര വേളയിലും നിങ്ങൾ എല്ലാ അലങ്കാരങ്ങളും അണിഞ്ഞോളൂ. നമ്മൾ അലങ്കാരമായിട്ട് എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അണിയാം. തൊപ്പി ധരിക്കുന്നു, ഇപ്പൊ നമസ്കാരത്തിൽ തൊപ്പി ധരിക്കുന്നതിനെ പറ്റി ഒരു ഹുക്കുമുണ്ടല്ലോ. നമസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല തൊപ്പി, പക്ഷേ തൊപ്പി ഒരു അലങ്കാരമാണ്. അലങ്കാരം എന്നുള്ള നിലക്ക് തൊപ്പി ഒരാൾക്ക് സ്വീകരിക്കാം, ഒരാൾക്ക് ധരിക്കാം. എന്നാൽ അത് തലമറയ്ക്കൽ, നമസ്കാരത്തിലെ തലമറയ്ക്കൽ എന്നുള്ളത് പ്രത്യേകമായി സുന്നത്തായി കാണുന്നില്ല ഉലമാക്കൾ. പക്ഷേ അതൊരു അലങ്കാരമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതാണ്. അതുപോലെ തന്നെ മോതിരം, അതുപോലെ മനുഷ്യർ പുരുഷന്മാർക്ക് അലങ്കാരമായിട്ട് എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, നമ്മളുടെ നമസ്കാരത്തെ നന്നാക്കുവാൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തുടരെ ഉള്ള ക്ലാസ്സുകളിൽ നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.